ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്ങോട്ട് പോയതാണെന്ന് യാതൊരു വിവരമില്ലാത്ത ആ ജോലിക്കാരി പറയുന്നത്. ദൈവമേ, നിന്ന നിപ്പില് മാഡം ഇതെങ്ങോട്ട് പോയി? എവിടേക്കെങ്കിലും പോയതാണോ അതോ ആരെങ്കിലും? എന്തിനു വേണോട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഞാൻ രാജുവിന്റെ വീട്ടില് വരാൻ പാടില്ലായിരുന്നു. രമ്യെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഞാൻ അവിടെ വരുന്നത് രമ്യയുടെ പാരന്റ്സിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നും ഇല്ല ഋതിക മാഡം. രമ്യയോട് ഞാൻ സംസാരിക്കാം. വേണ്ട വേണ്ട, ആരോടൊന്നും സംസാരിക്കണ്ട. ഞാൻ കാരണം രാജുനോ രാജുവിന്റെ കുടുംബത്തിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാഡം എന്തിനാ ഇങ്ങനെ കടുത്ത വാക്കുകളൊക്കെ പറയുന്ന? രാജു, ഞാൻ രാജുവിനെ വിഷമിപ്പിക്കുകയാണെങ്കിൽ സോറി. ശരിക്കും ഇതല്ല സത്യം. ഞാൻ എന്നെ തന്നെ കുറച്ച് നിയന്ത്രിക്കേണ്ടതുണ്ട് രാജു. എന്താ രാജു ഒന്നും മിണ്ടാത്ത? ഒന്നുമില്ല മാഡം. ഞാൻ പറഞ്ഞത് രാജുവിന് വിഷമമായോ? ഏയ് ഇല്ല മാഡം. മാഡം ഉള്ള കാര്യമല്ലേ പറഞ്ഞ? എനിക്കറിയില്ല രാജു, എന്റെ ജീവിതം ഇങ്ങനെ ഗതി അറിയാതെ മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ ആകമാനം വിഷമങ്ങളും നാണക്കേടുകളും മാത്രമേ പ്രതികരിക്കുന്നു സ്വന്തമായിട്ടുള്ളൂ രാജു. അങ്ങനെയൊന്നും പറയില്ല മാഡം. അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് മാഡത്തിന്റെ വിഷമം മനസ്സിലാവും, മാഡത്തിന്റെ ബുദ്ധിമുട്ടും മനസ്സിലാവും. മാഡത്തിന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഞാനിപ്പോ വിളിച്ചത്. ഇവിടെ നടന്നതൊക്കെ മാഡത്തിന് വിഷമമായി കാണുമെന്ന് എനിക്കറിയാം. മാഡം വിഷമിക്കരുത്. മാഡം വിഷമിച്ച എനിക്കും വിഷമോ? ഇല്ല രാജു, രാജു എന്നെ വിളിച്ചല്ലോ, എനിക്കത് മതി. ശരി മാഡം, ഞാൻ വിളിക്കാം. എനിക്കൊന്ന് പുറത്തോട്ട് പോകേണ്ട അത്യാവശ്യമുണ്ട്. ശരി രാജു. പ്രിയ ചേച്ചിയുടെയും ജയൻ ചേട്ടന്റെയും മാറ്റം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. പക്ഷെ രാജു എന്നെ വിളിച്ചല്ല, എനിക്ക് സമാധാനായി. ഭഗവാനേ, ഈശ്വരാ, എല്ലാവർക്കും നല്ലത് വരുത്തണേ. നമ്മുടെ ഈ വീട്ടിൽ നിന്ന് മനസ്സ് വിഷമിച്ചാണ് വീണ്ടും ആ കുട്ടി ഇറങ്ങിപ്പോയത്. ഇതിന്റെയൊക്കെ ശാപം നമ്മളെവിടെ കൊണ്ടുപോയി കഴുകി തീർക്കും രാധേ? മോളെ കുറിച്ച് തന്നെയാ ഞാനും ആലോചിച്ചോണ്ടിരുന്നെ. പാവം ഒരുപാട് വിഷമായി കാണും. എന്നാലും പ്രിയയ്ക്കും ജയനും ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ജയന പ്രിയയുടെ മനസ്സ് മാറ്റിയെടുത്തു. ഓന്തിനെ പോലുള്ള അവന്റെ സമയം പോലുള്ള നിറമാറ്റം ഉണ്ടല്ലോ, ഇങ്ങനെ പോയാ അവനെന്റെ കയ്യിന്ന് വാങ്ങിക്കും. വേണ്ട വേണോട്ടാ, നിങ്ങൾ വെറുതെ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കണ്ട. നിങ്ങളിപ്പോ എന്തു പറഞ്ഞാലും അതിനെതിരെ പറയാൻ അവൻ എന്തെങ്കിലും ന്യായം കാണും. തർക്കിച്ചും വാദിച്ചും ജയിക്കാൻ അവൻ പണ്ടേ മിടുക്കനാണല്ലോ. എന്തും വളയുന്ന അവന്റെ ആ വൃത്തികെട്ട നാവുണ്ടല്ലോ, അതാദ്യം പിഴുതുകളയണം. എനിക്ക് ഉറപ്പുണ്ടടി, രാജുവിന് നല്ലതിനു വേണ്ടിയിട്ടല്ല. ഒന്നുകിൽ അവന് രമ്യയോ രുക്മിണിയോ എന്തെങ്കിലും പാരിതോഷികം കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് അവനിങ്ങനെയൊന്നും പെരുമാറില്ല. വേണോട്ടാ, ജയന്റെ ബിസിനസിനിടയ്ക്ക് വലിയൊരു ഇടിവ് സംഭവിച്ചിരുന്നില്ലേ? കടയില് തീപിടിച്ചുണ്ടായ നാശനഷ്ടത്തിന് വലിയൊരു തുക ഇൻഷുറൻസ് ആയിട്ട് ജയന് കിട്ടിയെന്നല്ലേ അന്ന് നമ്മളോട് പറഞ്ഞത്? അതെ. ഇനി
എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു അത് നുണയായിരുന്നു എന്ന്. സാമ്പത്തിക നഷ്ടം നികത്താൻ വേണ്ടി ജയൻ രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതാ വേണുട്ടാ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പിന്നെ പ്രിയയുടെ സ്വഭാവം വേണുട്ടിനെ അറിയാവുന്നതല്ലേ. കുറച്ച് കാശോ സ്വർണോ അവളുടെ മുന്നിലേക്ക് വെച്ചാ അവളുടെ കണ്ണു മഞ്ഞളിക്കും. നിങ്ങൾ നടന്നു തന്നെ ആലോചിച്ച് വെറുതെ വിഷമിക്കണ്ട. എന്ത് കാര്യവും വിധി പോലെയല്ലേ വേണുട്ടാ നടക്കൂ. ഋതികമോളും രാജുവാണ് ജീവിതത്തിൽ ഒരുമിക്കേണ്ടതെങ്കിൽ എന്തൊക്കെ എതിർപ്പുകളും തടസ്സങ്ങളും ഉണ്ടായാലും അതങ്ങനെ തന്നെ നടക്കും. എല്ലാം വിധിക്ക് വിട്. ഞാൻ എന്റെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളും അങ്ങനെ ചിന്തിച്ചാ മതി. അതൊക്കെ ശരിയല്ലാതെ, പക്ഷെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അതാ എനിക്ക് ഒട്ടും സമാധാനം കിട്ടാത്തത്. അതെന്താ വേണോട്ടെ വേറെ പ്രശ്നം? ഇപ്പൊ ഒരാഴ്ചയായി പത്മാവതി മാഡം എന്നെ ഫോണിൽ വിളിച്ചിട്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് മാഡത്തിന്റെ ഫോൺ ഓഫാ. മാഡം താമസിക്കുന്ന എവിടെയാന്ന് അറിഞ്ഞാ നിങ്ങൾക്ക് അവിടം വരെ പോയിന്ന് നോക്കിയാ പോരെ? ഞാൻ പോയി നോക്കിയതാടി. മാഡത്തിന്റെ സർവന്റുമായി സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് അവരെന്തു പറഞ്ഞു? അവരെന്തോ സാധനങ്ങൾ മേടിക്കാൻ പുറത്തുപോയി വന്നപ്പോ പത്മാവതി മാഡം വീട്ടിലില്ല. മാഡവും ഇല്ല, മാഡത്തിന്റെ ഫോണും ഇല്ല. എങ്ങോട്ട് പോയതാണെന്ന് യാതൊരു വിവരമില്ലാത്ത ആ ജോലിക്കാരി പറയുന്നത്. ദൈവമേ, നിന്ന് നിപ്പില് മാഡം ഇതെങ്ങോട്ട് പോയി? എവിടേക്കെങ്കിലും പോയതാണോ അതോ ആരെങ്കിലും? എന്തിനാ വേണോട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഋതിക മോളുടെ കാര്യത്തില് പത്മാവതി മാഡത്തിന് വലിയ വിഷമമായിരുന്നില്ലേ? സ്വന്തം മോക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവാത്തതിന്റെ മാനസിക ബുദ്ധിമുട്ടില് ആരോടും ഒന്നും പറയണ്ടെന്ന് വിചാരിച്ച് മാഡം കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചതായിരിക്കും. അങ്ങനെ ആയാൽ മതിയായിരുന്നു. ഇത്തവണത്തെ റോഹന്റെ പിറന്നാള് ഞങ്ങൾ എല്ലാവരും കൂടി ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ പിറന്നാൾ ആഘോഷത്തിന് വീട്ടിലേക്ക് എത്തണം. അവന്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളുടെ ബർത്ത്ഡേക്ക് ക്ഷണം കിട്ടിയിട്ട് മനസ്സ് ഇത്ര ഇറിറ്റേറ്റ് ആവുന്ന. ഞാനങ്ങ് പോകുന്നില്ല അവന്റെ പിറന്നാളിന്. അവന്റെ മുഖം കണ്ടാലും മതി. ആട്ടിൻകുട്ടിയുടെ തോലിട്ട ഒരു ചെന്നായി അവൻ. ഒന്നും പോരാഞ്ഞിട്ട് അവൻ രാജുവിനെ സ്പെഷ്യലായിട്ട് ക്ഷണിച്ചിരിക്കുന്നു. എന്തായിരിക്കും അവൻ രാജുവിനെ ക്ഷണിക്കാനുള്ള കാരണം? രാജു ഉറങ്ങിക്കാണൂ.